നമസ്കാരം. എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാം ഗഡു വിതരണം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ജൂൺ 20 പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലിയിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം കൈമാറി. ഈ ഗഡുവിലൂടെ 9.44 കോടിയിലധികം കർഷകർക്ക് ഏകദേശം 18,880 കോടി രൂപ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിലൂടെയാണ് വിതരണം ചെയ്തത്. ഈ പദ്ധതി എന്താണെന്ന് നോക്കാം. രാജ്യത്തെ ചെറുകിട നാമമാത്രമായ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ. ഈ പദ്ധതിയിൽ അർഹരായ ഓരോ കർഷകനും ഒരു വർഷം 6,000 രൂപ വീതം ലഭിക്കും. ഈ തുക 2,000 വീതമുള്ള 3 ഗഡുക്കളായാണ് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. അതായത് ഓരോ 4 മാസത്തിലും ഒരു ഗഡു എന്ന രീതിയിലാണ് പണം വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് 23ാം ഗഡുവാണ്. ഇനി പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ 2,000 എത്തിയില്ല, എന്താണ് കാരണം? ഇതിന് നിരവധി കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒന്നാമതായി KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പണം ലഭിക്കില്ല. രണ്ടാമതായി ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ തുക തടസ്സപ്പെടാം. മൂന്നാമതായി ഭൂവിവര പരിശോധന അഥവാ ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡു ലഭിക്കാതെ വരും. കൂടാതെ ഒരേ കുടുംബത്തിൽ ഒന്നിലധികം പേർ ഈ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ചില സംശയാസ്പദമായ കേസുകളിൽ തുക താൽക്കാലികമായി തടഞ്ഞുവെച്ച് ഭൗതിക പരിശോധന നടത്തുന്നതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ഇതുവരെ പണം ലഭിച്ചിട്ടില്ല എങ്കിൽ പരിഭ്രാന്തരാകേണ്ടതില്ല. ആദ്യം ഔദ്യോഗിക PM കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. അവിടെ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾ ബാക്കിയുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും 2,000 കിട്ടും, ഒരു അപേക്ഷ നൽകിയാൽ ഉടൻ പണം ലഭിക്കും എന്ന തരത്തിലുള്ള നിരവധി വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കാറുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ വിശ്വസിക്കരുത്. അർഹരായ കർഷകർക്ക് മാത്രമാണ് PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ OTP ആവശ്യപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ അത് തട്ടിപ്പായിരിക്കും. സർക്കാർ ഒരിക്കലും ഫോൺ വിളിച്ച് OTP ചോദിക്കുകയോ പണം വാങ്ങി പദ്ധതി നൽകാമെന്ന് പറയുകയോ ചെയ്യില്ല. അതിനാൽ എല്ലാ വിവരങ്ങളും PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അടുത്തുള്ള കൃഷി ഓഫീസിലൂടെയോ കോമൺ സർവീസ് സെൻറ്റർ വഴിയോ മാത്രം പരിശോധിക്കുക. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 4.46 ലക്ഷം കോടിയിലധികം രൂപ രാജ്യത്തെ കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ പദ്ധതികളിലൊന്നാണ് PM കിസാൻ. അതിനാൽ നിങ്ങൾ PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താവാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ബെനിഫിഷ്യറി സ്റ്റാറ്റസും നിർബന്ധമായും പരിശോധിക്കുക. പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കർഷക സുഹൃത്തുക്കളെയും വിവരം അറിയിക്കുക. ലഭിച്ചിട്ടില്ലെങ്കിൽ KYC, ആധാർ ലിങ്കിങ്, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇത്തരം സർക്കാർ പദ്ധതികൾ, സാമ്പത്തിക സഹായങ്ങൾ, പെൻഷൻ, റേഷൻ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ എന്നിവ കൃത്യമായി അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ അടുത്ത മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.